ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. കുറേ സംഭവം ചെയ്തില്ല, ഒരു സംഭവം ചെയ്തു. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത് ബേക്കിലുണ്ട്. ഇതൊന്ന് സാധനം എന്ന് മനസ്സിലായോ? നമ്മളുടെ മൈനിങ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ. ഗൈസ് ഇത് കണ്ടോ? ഇതാണ് ഞാൻ മൈൻ ചെയ്തെടുത്ത സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു മൈനിങ് ഏരിയ ആണ്, ചെറിയൊരു. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മൈൻക്രാഫ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പോലത്തെ സാധനമാണ്. ഇതിൻ്റെ ടോർച്ച് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ ബാക്കിയുള്ളതൊക്കെ റിയലിസ്റ്റിക് ആണ്. റിയലിസ്റ്റിക് അല്ല, അതേപോലെയാണ്. അപ്പോൾ ഞാനിവിടെ ഫുള്ള് കുഴിക്കുമായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഒരു മൈനിങ് ഏരിയ പോലെ സെറ്റാക്കി. ഇതായിരിക്കും നമ്മളുടെ മൈനിങ് ഏരിയ. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോവും. ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കണ്ട. ഓക്കെ, രാത്രിയായി, നമുക്കപ്പോൾ പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെ വില്ലേജിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ പഴയ പോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, അത് ആദ്യം ഞാൻ കിടക്കട്ടെ, ഉറങ്ങട്ടെ. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ അപ്പം അതിനു മുമ്പ് എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, ഞാനാണെങ്കിൽ ഇച്ചിരി ഇതാക്കിയായിരുന്നു, ഇവിടെ ഒരു പ്ലെയിൻ പോലെ ആക്കിയായിരുന്നു, ഇങ്ങനെ ഇച്ചിരി നിരപ്പാക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ സൈഡിൽ വഴിയുണ്ട്. ഇതായിരിക്കും നമ്മളുടെ മുൻഭാഗം വീടിൻ്റെ. ഇവിടെ ഇങ്ങനെ വന്ന്, ഇവിടെയല്ലേ, ഇവിടെയാണോ? ഇവിടെ മുന്നിൽ വന്ന് നിന്നിട്ട് നേരെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട്, ഇവിടെയല്ലല്ലോ, ഇവിടെ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ആവശ്യമുള്ള സ്ഥലം. അപ്പോൾ അതിനായിട്ട് ആവശ്യം നമുക്ക് കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു 3 സ്റ്റാക്ക് ഇല്ല, നോക്കട്ടെ, ചിലപ്പോൾ എടുത്ത് വെച്ച് കാണണം. നമുക്ക് പോയിട്ട് മറ്റേ നമ്മളവിടുത്തെ ഒരു ചെസ്റ്റ് ഉണ്ട്, അതിനകത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഇതൊക്കെ പണിതാണ്. കോബിൾ സ്റ്റോൺ വെച്ച് ചെറിയൊരു സംഭവമൊക്കെ ആക്കി, അത് മാറ്റണം, അത് വേറെ എന്തെങ്കിലും ആക്കണം. ഇതാ ഓക്കെ, ഇതിനകത്തൊരു 64 സ്റ്റാക്കും കൂടെ ഉണ്ട്. ഓക്കെ, അതൊക്കെ എടുത്തേക്ക്. കുറേ പിക്കാസ് ഉണ്ട്, പിന്നെ കുറേ ഡേർട്ടുണ്ട്. 5 അയൺ മാത്രമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ. അപ്പോൾ നമുക്കത് സ്മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു മതിൽ പോലെ സംഭവം സെറ്റാക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു 2 നില വീടായിരിക്കും ചിലപ്പോൾ. എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എന്തായാലും പണിയട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, പറ്റണ അത്രയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഞാൻ ഇതിൻ്റെ പൊക്കത്ത് തീർക്കാം. ഓക്കെ, നമുക്കിത് നൈസായിട്ട് അങ്ങ് തീർക്കണം പെട്ടെന്ന്, അത്യാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സ്കിപ്പ് അടിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അടിച്ചങ്ങ് പൊട്ടിക്ക്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളെന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന്. നമുക്ക് ഈ മതിലിൽ ആവശ്യമില്ലാത്തൊക്കെ പൊളിച്ച് കളയാം, അത് ഇച്ചിരി കഴിയട്ടെ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങളാക്കുക, നമ്മളുടെ താജ്മഹൽ പണിതുയർത്തുക. ഇതാ കുതിര ഒന്ന് മാറി. ഈ സാധനത്തിന് നമുക്ക് മൗണ്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് മൗണ്ടായി. നമ്മളുടെ കയ്യിൽ മറ്റേ ലീഷ് ഉണ്ടായിരുന്നു, അത് ഞാൻ പോയി എടുത്തിട്ട് വരാം. ലീഷ് എവിടെ? ലീഷല്ല, മറ്റേ സാധനം, കുതിരേനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റണേ. എവിടെ ആ സാധനം എവിടെ? ഇതാ കിട്ടി. ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പൊക്കത്തേക്ക് പോയിട്ട് റൈഡ്. എന്നിട്ട് ഇവിടെ കുത്തിട്ട് ഇവിടെ ആക്കിയ നമ്മളെ പറക്കും കുതിര റെഡി. നമുക്കപ്പോൾ ഇതിൻ്റെ ഒക്കത്തിരുന്ന് ഈ വില്ലേജ് ഫുള്ള് ചുറ്റി കാണാം. ഈ വില്ലേജിനകത്ത് വളരെയധികം കുഴിയാണ്. നമുക്ക് ഇവനെ നൈസായി അങ്ങ് പൂട്ടിയിടണം. ഇതുണ്ട്, ഇവന് ഈ മതിലൊക്കെ ഈസി ആയി ചാടാം. ഇല്ലെങ്കിൽ പണി എന്താണെന്ന് വെച്ചാൽ ഇവനെ കൂട്ടിട്ടില്ല, ഇവൻ അങ്ങോട്ടേലും ചാടിപ്പോവും. നമ്മളുടെ വീട് വെക്കുമ്പോൾ ഇവൻ നമ്മളുടെ വീട്ടിലത്തെ ഒരു കൂട്ടുകാരനായിരിക്കും. എങ്ങനെ
ഇതിൻ്റെ പൊക്കത്തുനിന്ന് എങ്ങനെ ഇറങ്ങുക? എടാ വെയിറ്റ്, എൻ്റെ പൊക്കത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങടോ ഗായ്സ്. വെയിറ്റ്, നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക, ഞാനിപ്പോൾ തന്നെ വരണമായിരിക്കും. ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ വെയിറ്റ് ഗൈസ്, അത് ഭയങ്കര ഇത് കണ്ടോ? അത് ഫുള്ളായിരുന്നു. നമ്മൾ ഫുള്ളാക്കിയപ്പോൾ ചാടി. ഓക്കെ, നമ്മൾ അങ്ങ് വിട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് മതിൽ പണിയണം. ഓക്കെ, ഇവിടെ തന്നെ. ഇവിടെ ഇങ്ങനെ മതിൽ പണിയാം. ഈ ബ്ലോക്കൊന്നും തികയില്ല. നമുക്ക് ഇച്ചിരി വേണം ബ്ലോക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആദ്യം ഞാൻ ഈ മതിലൊന്ന് പണിയട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മതിൽ പണിതിട്ട് നിങ്ങൾ വാ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം പണിയൊക്കെ തീർത്തിട്ടുണ്ട്. 2 ബ്ലോക്ക് ഇതാണ് നമ്മളിപ്പോൾ വെച്ച്. ഇനി 3 ആക്കണം. അതിനു മുമ്പേ നമുക്ക് നമ്മളുടെ ദാമോദരൻ കുതിരേനെ വിളിച്ചുകൊണ്ട് വരണം. ഓക്കെ, ഞാൻ പേരിട്ട് ദാമോദരൻ കുതിര. ദാമോദര, എടാ സുഗുണ, ദാമോദരനെ കണ്ടോ? ദാമോദരൻ ഇവിടെ വന്ന് നിൽക്കുവാണോ? ദാമോദരൻ്റെ കാര്യം പറഞ്ഞ വാ. ദാമോദരൻ ആദ്യം നമുക്ക് ഇതിൽ ഇറക്കാൻ പറ്റുമോ? ഇവിടെ പറ്റും, ബാക്കി പോവില്ല എന്ന് മാത്രം. ദാമോദരൻ ഇതിലെ ദാമോദര കുഴിയിൽ പോയി ഒന്ന് ചാടിയാക്കല്ലേ. ഞാനും കൂടെ ഉണ്ട്, എനിക്കാണെങ്കിൽ പുറത്തേക്ക് വരാം. നിനക്ക് പക്ഷെ അത് പറ്റൂല. ഇത് ഏകദേശം 3 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ദാമോദരന് വേണ്ടി, ദാമോദര നിൻ്റെ പുതിയ വീട് നമുക്ക് ഈ മുക്കിനും ഉണ്ടായി നിർത്താം. അല്ലേ വേണ്ട, ഇവിടെ എങ്ങനെ നിർത്താം. ദാമോദര പോവല്ലേടാ. ദാമോദര ഇല്ലേ പോവും ഗൈസ്. അതുകൊണ്ട് ഞാൻ ദാമോദരനെ ഓക്കെ, നമുക്ക് ഈ ഡയറക്റ്റ് അങ്ങ് പൂട്ടിയെടുക്കാം. ദാമോദരൻ നമ്മളവിടെ കുടുക്കി. ഇനി നമുക്ക് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് അവിടെ ഡയറക്റ്റ് 17 ഡയറക്റ്റോ. നമുക്ക് ഇനിയും പണികളുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. ദാമോദരൻ കുതിരേനെ കാണാൻ നല്ല രസമാണ് നമ്മളെ ദാമോദരൻ കുതിര. നമ്മളെ ദാമോദരൻ കുതിര സെറ്റാണ്, നിങ്ങളും വൈബാണ്. അപ്പോൾ നിങ്ങൾക്ക് ദാമോദരൻ കുതിരേനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ദാമോദര, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം മൈൻഡ് ചെയ്യാൻ പോവാം. ഞാൻ വീണ്ടും വിട്ടു. സാധനം ഇങ്ങനെ വെച്ചിട്ട് ഓടിയിട്ട് സാധനം പൊട്ടിച്ച് കളയണം. ഇല്ലെങ്കിൽ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദാമോദരൻ ചാടിപ്പോവും. ഓക്കെ, നമുക്കപ്പോൾ പോവാം. ദാമോദരൻ അവിടെ തന്നെ ആയിരിക്കും. നമുക്കിനി ഒരു 10 സ്റ്റാക്ക് അടുപ്പിച്ച് വേണ്ട ഒരു സ്റ്റോണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ വീട് പണീൻ്റെ കൂടെയാണ്. സ്റ്റോണ് മാത്രം വെച്ചാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം അത്രയൊക്കെ തന്നെ. ഇവിടെ ഡേർട്ട് കാണാൻ തുടങ്ങി ഗൈസ്. ഡേർട്ടാണ് ഇപ്പോൾ ഉള്ളത് ഫുള്ള് ഇവിടേക്ക് പോയപ്പോൾ. ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഡേർട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാം. അവിടെ ഇനിയും ഉണ്ടോ ഡയറക്റ്റ്? ഇച്ചിരി ഡയറക്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ടോർച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിക്കാം. അപ്പം ഞാൻ പൊളിക്കുമ്പോഴത്തേക്ക് നിങ്ങളങ്ങ് ലൈക്ക് ഷെയറൊക്കെ അടിച്ചങ്ങ് വിട്. നിങ്ങൾക്ക് എളുപ്പമല്ലേ. നമ്മളെ കൂട്ടുകാരനായ OP സൈഡൻ പുതിയൊരു എന്തായിരുന്നു യൂട്യൂബ് ചാനലല്ല, ഒരു സീരീസ്, മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് അല്ല, ഫ്രീ ഫയറിൻ്റെ ഒരു ബ്രൗൺസ് 2 ഗ്രാൻഡ് മാസ്റ്റർ ഒരു സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് പോയി കാണുക. അവനിതുവരെ ഇട്ടിട്ടില്ല, ഇടും. അപ്പോൾ നിങ്ങൾ പോയി കാണുക ഗൈസ്. എനിക്ക് പണി കിട്ടിയെന്നാണ് തോന്നണേ. പൊക്കത്ത് കാണാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളിതാ, അയ്യോ ഈ സാധനം വെക്കാൻ പാടില്ല, താഴേക്ക് വരും വീണ്ടും. ഈ സാധനം ഇടയ്ക്ക്
നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് അങ്ങ് കുത്തണം, താഴേക്ക് കുത്തിപ്പോണം. ഓവർ താഴേക്ക് കുത്തിയാലാണെങ്കിൽ നമുക്ക് വേറെ ബ്ലോക്കൊക്കെ കിട്ടും. നമുക്ക് കോബിൾ സ്റ്റോൺ ആണല്ലോ ആവശ്യം. കേവിൽ പോകാനാണെങ്കിൽ ഒരു സുഖമില്ല കേവിലൊന്നും. ഇതിൽ കുത്തി പോവാം ഇങ്ങനെ. കുത്തുമ്പോൾ ഇങ്ങനെ 3 ബ്ലോക്ക് ഇങ്ങനെ ആക്കി വെക്കണം. 3 അല്ല 4 വേണം. കാരണം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ സ്റ്റെപ്പ് വെക്കാനുള്ളതാ. ഇതാ ലൈറ്റ് വീണ്ടും തീരും. നമുക്ക് ഇങ്ങനെ അങ്ങ് വെക്കാം. ലൈറ്റ് ഇപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 3ാമത്തെ ബ്ലോക്ക് പൊട്ടിക്കണ്ട, അപ്പോൾ ലൈറ്റ് മാറ്റണ്ടേ. ഈ ലൈറ്റ് കയ്യിലെങ്ങനെ പിടിക്കുമെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ച് പോകണം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പിടിച്ചേനെ. അപ്പോൾ നമുക്ക് ഇച്ചിരിയോടെ അടിയിലേക്ക് പോകാമായിരുന്നെങ്കിൽ ഈ ഒരു എണ്ണം കൂടെ ആക്കാം. ഇതുണ്ട്, ഇപ്പോഴും ഈ സാധനം കാണാനുണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്ക് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരു സ്റ്റാക്കായി. എൻ്റെ ഒരു കാര്യമേ, താഴേക്ക് കുഴിച്ച് പോകാനാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതാണ് ഞാൻ ഇങ്ങനെ നേരെ കുഴിച്ച് പോണേ. ഓക്കെ, നമുക്കിനി നേരെ അങ്ങ് പോവാം. ഓക്കെ, ഇതാണോ മെയിൻ മൈനിങ് ഏരിയ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മെയിൻ മൈനിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് പൊട്ടിക്കട്ടെ ഇതൊക്കെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അല്ല ബൈ അല്ല, ഞാൻ പൊട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും, ഞാൻ പൊട്ടിക്കട്ടെ പോയിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് ബൈ.